നമസ്കാരം സുഹൃത്തുക്കളെ, സീക്രട്ട് വിസ്ഡം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ചുറ്റും നടക്കുന്നവരെല്ലാം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണോ എന്ന്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണ്? മുന്നിൽ വന്നു ആക്രമിക്കുന്നവരാണോ? അല്ല, അവർ പിന്നെയും എളുപ്പമാണ്. ഏറ്റവും വലിയ അപകടകാരികൾ നമ്മുടെ കൈയും പിടിച്ചു കൂടെ നടക്കുന്നവരാണ്. നമ്മൾ അവരെയാണ് കൂടുതൽ ഭയക്കേണ്ടത്. അവരാണ് നമുക്കുള്ള യഥാർത്ഥ ഭീഷണി. നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്നവർ, നമ്മളെ സുഖിപ്പിച്ച് നടക്കുന്നവർ, എന്റെ സ്വന്തമെന്ന് പറഞ്ഞു നടക്കുന്നവർ. എന്നാൽ നമ്മൾ കാണാത്തപ്പോൾ അവർ കത്തിമൂർച്ച കൂട്ടുകയാണ്. പാൽ പോലെ വെളുത്തതും എന്നാൽ അകത്ത് വിഷം നിറഞ്ഞതുമായ ഒരു പാത്രത്തെയാണ് വിഷകുംഭം എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുറമേ സ്നേഹിക്കുന്നവ, എന്നാൽ ഉള്ളിൽ സ്വാർത്ഥതയുള്ളവർ. പുറമേ അനുഗ്രഹിക്കുന്നവർ, എന്നാൽ ഉള്ളിൽ കണക്കുകൂട്ടി നടക്കുന്നവർ. ഇന്നത്തെ ഈ യാത്രയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളെ തകർക്കാൻ ചിരിയോടെ കാത്തിരിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ്. ഇതൊരു വെറും കഥയല്ല, ഒരു പാഠമാണ്. ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിച്ച ജീവിതരക്ഷാതന്ത്രം. ഒരു കഥ പറയട്ടെ. ഹസ്തിനപുരത്തിലെ രാജകൊട്ടാരത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു. മധുരമായി സംസാരിക്കാൻ അറിയുന്നവൻ, എപ്പോഴും പുഞ്ചിരിയോടെ കുട്ടികളെ സ്നേഹിക്കുന്ന മാമൻ. അവന്റെ പേര് ശകുനി, കൗരവരുടെ മാമൻ, ദുര്യോധനന്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവ്. അവൻ ഒരിക്കലും ശബ്ദം ഉയർത്തിയില്ല, അവൻ ഒരിക്കലും നേരിട്ട് ആക്രമിച്ചില്ല. എന്നാൽ അവൻ സംശയത്തിന്റെ വിത്തുകൾ വിതറി, അസൂയയുടെ, വൈരാഗ്യത്തിന്റെ വിത്തുകൾ. അവൻ ദുര്യോധനന്റെ ചെവിയിൽ ഓരോ ദിവസവും ഓരോന്ന് ഓതിക്കൊടുത്തു. നിനക്ക് അർഹമായ രാജ്യം പാണ്ഡവർ കവർന്നെടുക്കുകയാണെന്ന് പറഞ്ഞു. നീ രാജാവാകണം, നീയാണ് അതിന് അർഹൻ. ദുര്യോധനൻ അറിഞ്ഞില്ല ഈ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ തീ കൊളുത്തുകയാണെന്ന്. എന്നാൽ ഒരു വ്യക്തി ഇതെല്ലാം ആദ്യമേ തിരിച്ചറിഞ്ഞിരുന്നു: ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണൻ ഒരിക്കലും ശകുനിയെ നേരിട്ട് കുറ്റപ്പെടുത്തിയില്ല, ഒരു വെറുപ്പും കാണിച്ചില്ല. എന്നാൽ അവൻ ശകുനിയെ തന്റെ ഉള്ളിലേക്ക് അടുപ്പിച്ചില്ല. കൃഷ്ണൻ ശകുനിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞത് 3 കാര്യങ്ങളാണ്. 1. ശകുനി എപ്പോഴും ആളുകളെ തമ്മിൽ തെറ്റിക്കും. 2. സ്വന്തം കൈ ഒരിക്കലും മലിനമാക്കില്ല, മറ്റുള്ളവരെ കൊണ്ടെല്ലാം ചെയ്യിക്കും. 3. നിങ്ങളുടെ വിജയത്തിൽ അവൻ ഒരിക്കലും സന്തോഷിക്കില്ല, എന്നാൽ നിങ്ങളുടെ പരാജയം അവൻ ആഘോഷിക്കും. അതാണ് വിഷകുംഭം. ശകുനിമാർ ഇന്നും ജീവിക്കുന്നു. അവർ കിരീടം ധരിക്കില്ല, അവർ രാജകൊട്ടാരങ്ങളിലിരിക്കില്ല. അവർ നമ്മുടെ വീടുകളിലുണ്ട്, ഓഫീസുകളിലുണ്ട്, ബന്ധുക്കളിലുണ്ട്, സുഹൃത്തുക്കളിലുണ്ട്. നമുക്കൊരു കഥ കേട്ടാലോ? അഭിജിത്തിന്റെ കഥ. അഭിജിത്തിനൊരു കടയുണ്ടായിരുന്നു. എന്നും രാവിലെ 6 മണിക്ക് അവൻ കട തുറക്കും. അവനാകട്ടെ ഉറക്കമില്ല, എപ്പോഴും ടെൻഷൻ. മനസ്സിൽ ആകെയുള്ള ചിന്ത ലോൺ എങ്ങനെ അടച്ചു തീർക്കുമെന്നതാണ്. ആരും കാണാതെയുള്ള ഒരു പോരാട്ടമായിരുന്നു അവന്റെ ജീവിതം. അന്നാണ് അവന്റെ മാമൻ കടയിൽ വന്നത്, മുഖത്ത് പുഞ്ചിരിയുമായി. കൈയിലേന്തിയത് നിറയെ പഴങ്ങളുമായിരുന്നു. അയാൾ അവനോട് പറഞ്ഞു: മോനെ, നീ വലിയ ബിസിനസ്സുകാരനാകും. നിന്റെ സങ്കടവും കഷ്ടപ്പാടും മാമൻ കാണുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവന് വലിയൊരു ആശ്വാസമായി. അവനെ ഒരാളെങ്കിലും മനസ്സിലാക്കിയല്ലോ. മാമൻ തുടർന്നു: മോനെ, എന്റെ മകനെയും കൂടി ചേർക്കൂ ഇതിലേക്ക്. അവൻ കുറച്ച് പണമിടും, നിനക്കൊരു ആശ്വാസമാകുമല്ലോ. അവനോർത്തു, ഒരേ കുടുംബമല്ലേ, രക്തബന്ധമല്ലേ. അവനതിന് സമ്മതിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ കടയ്ക്ക് വളരെയധികം ലാഭമുണ്ടായി. പൈസയുണ്ടായപ്പോൾ മാമന്റെയും മകന്റെയും സ്വഭാവം മാറി. അവർ കാരണം കട ഈ നിലയിലെത്തിയെന്ന് ഉന്നയിച്ച് 50% ഷെയർ വേണമെന്ന് വക്കീൽ നോട്ടീസ് അയച്ചു. അഭിജിത്ത് ആകെ തകർന്നുപോയി. വളരെ നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന മാമനും മകനും പിന്നിൽ വക്കീലുമായി കൂടിയാലോചന നടത്തുകയായിരുന്നു. ഇതാണ് വിഷകുംഭം. മറ്റൊരു ഉദാഹരണമായാലോ? ലക്ഷ്മിയുടെ അനുഭവം. ലക്ഷ്മി PSC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു.
അവളുടെ അയൽവാസിയായ ബിന്ദു എപ്പോഴും അവളോട് പറയും, നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ, ഉറപ്പായും നീ ജയിക്കുമെന്നും പറഞ്ഞു. എന്നാൽ ലക്ഷ്മി പരാജയപ്പെട്ടു. അതറിഞ്ഞ ബിന്ദു എല്ലാവരോടും പറഞ്ഞു നടന്നു, എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു അവൾക്കിത് കിട്ടില്ലെന്ന്. 24 മണിക്കൂറും മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്, ഒരു അച്ചടക്കവുമില്ല അവൾക്ക്. ലക്ഷ്മി ഇതറിഞ്ഞ് ഞെട്ടി. അവളുടെ മുന്നിൽ ഇത്രയേറെ നന്നായി സംസാരിച്ചിരുന്നവർ പിന്നിൽ നിന്നും കുത്തുവാക്കുകൾ പറയുന്നത് അവൾ കേട്ടു. ഇതാണ് വിഷകുംഭം. ഇവിടെയാണ് ഏറ്റവും കൈപ്പേറിയ സത്യം. കേട്ടിട്ടില്ലേ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ, രക്തം വെള്ളത്തേക്കാൾ കട്ടിയുള്ളതാണെന്ന്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ഭയപ്പെടുത്തുന്നത് മറ്റൊന്നിനെക്കുറിച്ചാണ്. സ്വാർത്ഥത രക്തബന്ധത്തേക്കാൾ ശക്തമാണ്. മഹാഭാരതത്തിലെ തന്നെ ഒരു ഉദാഹരണമെടുക്കാം. ദുര്യോധനന്റെയും ഭീമന്റെയും കഥ. ഒരേ കുടുംബം, ഒരേ രക്തം. എന്നാൽ ദുര്യോധനൻ 5 തവണ ഭീമനെ കൊല്ലാൻ ശ്രമിച്ചു. വിഷം ചേർത്ത ഭക്ഷണം നൽകി. ബോധം കെട്ട ഭീമനെ ഗംഗയിലെറിഞ്ഞു. വിഷസർപ്പങ്ങളെ ഉപയോഗിച്ചു. കുട്ടിക്കാലത്ത് അപകടങ്ങളുണ്ടാക്കി. ലക്ഷാഗൃഹത്തിൽ ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു. എന്തിനാണിതെല്ലാം? സിംഹാസനത്തിനു വേണ്ടിയായിരുന്ന, സ്വത്തിനു വേണ്ടിയായിരുന്നു. മറ്റൊരു കഥ കേട്ടാലോ? വിജയൻ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് 3 സഹോദരിമാർ. അവരുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരണപ്പെട്ടിരുന്നു. അവരോടൊപ്പമുണ്ടായിരുന്നത് അമ്മ മാത്രമായിരുന്നു. വിജയൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് 3 സഹോദരിമാരെയും പഠിപ്പിച്ചത്. അവരുടെ കല്യാണം കഴിപ്പിച്ച് അയച്ചതും വിജയനാണ്. ഇവരുടെ അമ്മയ്ക്ക് സ്വത്തുഭാഗം വയ്ക്കാതെ കിടന്ന 20 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. ഈ അമ്മ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. അമ്മയുണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ഒത്തുകൂടാറുണ്ടായിരുന്നു. ആഴ്ചയിലൊരിക്കൽ. ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം പതിവായിരുന്നു. അമ്മയുടെ മരണത്തിനു ശേഷം സ്വത്തുഭാഗം വയ്ക്കാൻ എല്ലാവരും കൂടി. അതിലൊരു സഹോദരി വിജയനോട് പറഞ്ഞു, അമ്മ വിജയേട്ടന് ഒരു 5 ലക്ഷം രൂപ തന്നിരുന്നല്ലോ, മകളെ പഠിപ്പിക്കാൻ വേണ്ടി അത് ഈ ഷെയറിൽ നിന്നും കുറയ്ക്കണമെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി കണക്ക് പറച്ചിൽ തുടങ്ങി. കുത്തുവാക്കുകളായി. ഒടുവിൽ സ്വത്ത് വിഭജിച്ച് 3 ആക്കി. വിജയന് ഒന്നും നൽകിയില്ല. പിന്നീട് സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കാതെയായി, ഒത്തുകൂടാതെയായി. വിജയൻ തങ്ങളെ പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി സ്വന്തം വണ്ടി വിറ്റതും ആരും ഓർമ്മിച്ചില്ല. സ്വന്തം കാര്യം വന്നപ്പോൾ എല്ലാവരും സ്വാർത്ഥരായി. ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് ഒരിക്കൽ പോലും എല്ലാവരെയും സംശയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാവരെയും നന്നായി നിരീക്ഷിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. വിഷകുംഭങ്ങൾ ശബ്ദമുണ്ടാക്കില്ല, അവർ അടയാളങ്ങൾ കാണിക്കുമെന്നും പറഞ്ഞിരുന്നു. നമ്മൾ ഇതൊന്നും കാണില്ല. അതാണല്ലോ നമ്മുടെ പ്രശ്നം. ഒന്നാമത്തെ അടയാളം. നിങ്ങളുടെ വിജയത്തിൽ അവർക്കൊരിക്കലും സന്തോഷമുണ്ടാകില്ല. ചിലർ ആത്മാർത്ഥമായി സന്തോഷിക്കും. ചിലർ ചിരിക്കുമെങ്കിലും ഉള്ളിൽ അസൂയയായിരിക്കും. ചിലർക്ക് തീരെ സന്തോഷവുമില്ലായിരിക്കും. അവർ പറഞ്ഞു നടക്കും, നിങ്ങൾക്ക് വിജയമുണ്ടായത് നിങ്ങളുടെ കഴിവുകൊണ്ടല്ലെന്ന്. അവരാണ് വിഷകുംഭങ്ങൾ. രണ്ടാമത്തെ അടയാളം. നിങ്ങളുടെ പരാജയം ആഘോഷിക്കുന്നവർ. നിങ്ങൾ ബിസിനസ്സിൽ പരാജയപ്പെട്ടപ്പോൾ പലരും വന്നു പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇത് വേണ്ടെന്ന്. നിങ്ങളുടെ വിഷമഘട്ടത്തിലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവർ. മൂന്നാമത്തെ അടയാളം. പ്രശംസയിലൂടെ വിമർശിക്കുന്നവർ. ഉദാഹരണം പറയാം, നിങ്ങളുടെ മകന് റാങ്ക് കിട്ടി. ഈ വിഷകുംഭങ്ങൾ പറയും, ഈ കുട്ടിക്ക് പഠിപ്പല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ. പഠിത്തം മാത്രം ശ്രദ്ധിക്കാതെ കുട്ടിയുടെ തടിയും കൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറയൂ. പ്രശംസിച്ചുകൊണ്ടുള്ള വിഷം. അതാണ് ഈ ആളുകളുടെ പ്രധാന പരിപാടി. നാലാമത്തെ അടയാളം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്. ഓ, നീ ഇപ്പോഴും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്റെ മകൻ ഇപ്പോൾ കാനഡയിൽ ജോലിയായി, കല്യാണവും കഴിഞ്ഞു. നിന്റെ സഹോദരൻ 35 വയസ്സിൽ വീട് വാങ്ങി. നീ ഇപ്പോഴും വാടക വീട്ടിൽ തന്നെയാണോ നിൽക്കുന്നത്? ഇങ്ങനെ പറയുന്നവരാണ് നാലാമത്തെ തരം വിഷകുംഭങ്ങൾ. അഞ്ചാമത്തെ അടയാളം. സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും പേരിൽ നിയന്ത്രിക്കുന്നവർ. നിനക്ക് നല്ലതേതാണെന്ന് എനിക്കറിയാം, നീ അത് പഠിക്കേണ്ട. ഇത് പഠിക്ക്. നിനക്കാ ജോലി വേണ്ട, നീ ഈ ജോലി ചെയ്യ്. ഇവരും വിഷകുംഭങ്ങളാണ്. ആറാമത്തെ അടയാളം. രഹസ്യങ്ങൾ സൂക്ഷിക്കാത്തവർ. നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുമായി പറഞ്ഞു നടക്കുന്നവർ. ഏഴാമത്തെ അടയാളം. പ്രശ്നങ്ങൾ വരുമ്പോൾ അദൃശ്യരാകുന്നവർ. നിങ്ങൾ നന്നായിരിക്കുമ്പോൾ
മുന്നിലുണ്ടാകുന്നവരും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടിപ്പോകുന്നവരും. 8ാമത്തെ അടയാളം, മൂന്നാമതൊരാളിലൂടെ വിമർശിക്കുന്നവർ. എനിക്കല്ല, പക്ഷേ മറ്റുള്ളവർ പറയുന്നു നിന്റെ പെരുമാറ്റം ശരിയല്ലെന്ന്. ശ്രീകൃഷ്ണൻ വിഷകുംഭങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നോക്കാം. 1ാമത്തെ തന്ത്രം, ദൂരം പാലിക്കുക. പക്ഷേ ബഹുമാനത്തോടെ. കൃഷ്ണൻ ശകുനിയെ അപമാനിച്ചിട്ടില്ല, എന്നാൽ അവനെ തന്റെ ഉള്ളിലേക്ക് അനുവദിച്ചില്ല. ബാഹ്യമായ ബഹുമാനം, ആന്തരികമായ ജാഗ്രത. 2ാമത്തെ തന്ത്രം, 3 വൃത്തങ്ങൾ സൃഷ്ടിക്കുക. ഇന്നർ സർക്കിൾ. ഇവിടെ 2-3 പേർ, നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നവർ. മിഡിൽ സർക്കിൾ, സാധാരണ ബന്ധുക്കളും സുഹൃത്തുക്കളും. മര്യാദയുള്ള ബന്ധം, എന്നാൽ അമിതമായിട്ടുള്ള വിശ്വാസങ്ങൾ വേണ്ട. ഔട്ടർ സർക്കിൾ, വിഷകുംഭങ്ങൾ. മര്യാദ മാത്രം, അവർക്കൊരിക്കലും വൈകാരികമായ സമീപനം നൽകരുത്. 3ാമത്തെ തന്ത്രം, പ്രതികരണം കുറയ്ക്കുക. വിഷകുംഭങ്ങൾ നിങ്ങളുടെ പ്രതികരണം തേടുന്നു. നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നു. കൃഷ്ണൻ ശാന്തനായി തുടർന്നു. കംസൻ എത്ര പേരെ അയച്ചാലും കൃഷ്ണൻ ഉത്കണ്ഠപ്പെട്ടില്ല. 4ാമത്തെ തന്ത്രം, പ്രവർത്തനത്തിൽ കാണിക്കുക. വാക്കുകൊണ്ടല്ല, പ്രവൃത്തിയിലൂടെ മറുപടി കാണിക്കുക. നിങ്ങളുടെ വിജയമാണ് ഏറ്റവും നല്ല മറുപടി. എല്ലാവരെയും സംശയിക്കണോ? വേണ്ട. ശ്രീകൃഷ്ണനും സുദാമാവും തമ്മിലുള്ള സൗഹൃദം നോക്കൂ. സുദാമാവ് ദരിദ്രനായിരുന്നു, കൃഷ്ണൻ രാജാവായിരുന്നു. എന്നാൽ അവരുടെ സൗഹൃദം മാറിയില്ല. യഥാർത്ഥ ബന്ധങ്ങളുടെ അടയാളങ്ങൾ. 1. നല്ല കാലത്ത് എല്ലാവരും നമുക്കുണ്ടാകും, എന്നാൽ തകർന്നു പോകുമ്പോഴും കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ബന്ധങ്ങൾ. 2. നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നവർ. 3. നിങ്ങളുടെ തെറ്റുകൾ മുഖത്തുനോക്കി പറയാൻ ധൈര്യമുള്ളവർ. 4. നിങ്ങൾ ഉയരത്തിലായാലും താഴ്ചയിലായാലും ഒരുപോലെ പെരുമാറുന്നവർ. സ്നേഹിതരെ, അപ്പോൾ നമ്മൾ ഇന്നെന്തൊക്കെയാണ് പഠിച്ചത്? 1. രക്തബന്ധം വിശ്വാസത്തിന്റെ ഗ്യാരണ്ടിയല്ല. കുടുംബാംഗങ്ങൾ പോലും സ്വാർത്ഥതയോടെ പെരുമാറാം. നല്ല കാലത്ത് എല്ലാവരും കൂടെയുണ്ടാകും. പ്രതിസന്ധിയിൽ മാത്രമേ യഥാർത്ഥ സ്വഭാവം വെളിവാകുകയുള്ളൂ. 2. 8 അടയാളങ്ങൾ ഓർക്കുക. വിജയത്തിൽ വിഷമിക്കുന്നവർ, പരാജയത്തിൽ സന്തോഷിക്കുന്നവർ, പ്രശംസയെ വിമർശിക്കുന്നവർ, താരതമ്യം ചെയ്യുന്നവർ, സ്നേഹത്തിന്റെ പേരിൽ നിയന്ത്രിക്കുന്നവർ, രഹസ്യം പരസ്യമാക്കുന്നവർ, പ്രശ്നങ്ങൾ വരുമ്പോൾ അദൃശ്യരാകുന്നവർ, മൂന്നാമതൊരാളിലൂടെ വിമർശിക്കുന്നവർ. 3. ശ്രീകൃഷ്ണന്റെ 4 തന്ത്രങ്ങൾ. ദൂരം പാലിക്കുക, 3 വൃത്തങ്ങൾ വരയ്ക്കുക, പ്രതികരണം കുറയ്ക്കുക, പ്രവർത്തനത്തിൽ കാണിക്കുക. 4. യഥാർത്ഥ ബന്ധങ്ങൾ അമൂല്യമാണ്. പ്രശ്നങ്ങളിൽ അരികിൽ നിൽക്കുന്നവർ, സ്വാർത്ഥതയില്ലാതെ സഹായിക്കുന്നവർ, നേരിട്ട് സത്യം പറയുന്നവർ. ഇവർ വജ്രത്തേക്കാൾ വിലപ്പെട്ടവരാണ്. ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിനു ശേഷം അർജുനനോടൊരു കാര്യം പറഞ്ഞു. പാർത്ഥ, ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം യുദ്ധഭൂമിയിലല്ല, അത് നിന്റെ ഹൃദയത്തിനുള്ളിലാണ്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്നറിയുക. എല്ലാവരെയും സംശയിക്കുക എന്നല്ല സന്ദേശം, മറിച്ച് ബുദ്ധിപൂർവം വിശ്വസിക്കുക എന്നാണ്. വിഷകുംഭങ്ങൾ എപ്പോഴും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ അവരെ തിരിച്ചറിയുകയും ദൂരം പാലിക്കുകയും യഥാർത്ഥ ബന്ധങ്ങളെ സൂക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്താം. പാൽ പോലെ തോന്നുന്നതെല്ലാം പാലല്ല. ചില പാത്രങ്ങൾ പുറമേ വെളുത്തതും ഉള്ളിൽ വിഷം നിറഞ്ഞതുമാണ്. അത് കുടിക്കുന്നതിനു മുമ്പ് പാത്രത്തിന്റെ അടിയിൽ എന്താണെന്ന് അറിയുക. ഇത് ശ്രീകൃഷ്ണന്റെ വിഷകുംഭം തന്ത്രമായിരുന്നു. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കൂ. ജാഗ്രതയോടെ ജീവിക്കൂ, എന്നാൽ സ്നേഹത്തോടുകൂടി. നന്ദി. ജയ് ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണന്റെ ജീവിതപാഠങ്ങൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ വീഡിയോയും ഒരു രക്ഷാകവചമാണ്.